നെല്ലിക്ക പ്രോഗ്രാമിന് നെല്ലിക്ക പ്രോഗ്രാം, അതായത് മലപ്പുറം ജില്ലാ കളക്ടറുടെ ഒരു പ്രോഗ്രാമാണ് നെല്ലിക്ക. അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. വളരെ നല്ല. ഇനിയിപ്പോൾ എല്ലാ സർക്കാരങ്ങൾക്കും ആ ഒരു തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് നമ്മൾ അതിന്റെ മുന്നേ 1.5 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. കാണുന്നത് ചന്ദ്രികയോ രജനിഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ തേൻകൊടി ആരു നീ ആരു നീ ആരു നീ നമ്മുടെ ഇടവണ്ണ ആരോഗ്യ കൂട്ടായ്മയുടെ നോമ്പുത്തുറ സൽക്കാരത്തിന് അതിഥിയായിട്ട് എപ്പോഴും ആദ്യം തന്നെ നമ്മളെ ചങ്ക് ഉദയനത്തന്നെ കിട്ടിയത്. വെരി ഗുഡ്, വെരി ഗുഡ്. വയറേതായാലും കാലിയാക്കിയാണല്ലോ നോമ്പിന് വരുമല്ലേ. ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം അടങ്ങിയ മൈക്കൊക്കെ വരട്ടെ, എല്ലാം വരട്ടെ. ഹലോ ഹലോ ഹലോ. ഏതായാലും നമ്മുടെ മലപ്പുറം ജില്ലാ ഭരണകൂടം നടത്തുന്ന എന്താ പറയാ നെല്ലിക്ക പ്രോഗ്രാമിന്റെ ഭാഗമായി എടവണ്ണ ആരോഗ്യ കൂട്ടായ്മയുടെ ഇഫ്താർ ഫുൾ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം. ആരോഗ്യപരമായിട്ടുള്ള പിന്നെ ഇതെന്താണ്? പൈനാപ്പിൾ ജ്യൂസ്, മധുരടാത്ത ജ്യൂസാണ്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഭക്ഷണം പച്ചവെള്ളം, വെള്ളം. പിന്നെ ബാക്കി കക്കരിക്ക നോമ്പ് തുറക്ക് നമ്മൾ ഒരുക്കുന്നു. കക്കരിക്ക, ഓറഞ്ച്, നെല്ലിക്ക, മാംഗോ, അങ്ങനത്തെ ഫുൾ ഫ്രൂട്ട്സ് ഐറ്റംസ് വെച്ചുകൊണ്ടുള്ള സംഭവമാണ്. ആരും നല്ല മെലിഞ്ഞ സാഹചര്യമുള്ളത് കേട്ടോ. ഫുൾ ഹെൽത്തി ആയിട്ടുള്ള. ഇനി കളക്ടർ ഇവിടെ സന്ദർശിക്കാന്ന് വരുന്നുണ്ടല്ലേ ആരോഗ്യ നെല്ലിക്ക ജില്ലാ ഭരണകൂടാണ് അല്ലേ? ജില്ലാ ഭരണകൂടം അല്ലാണ്ട് വേറെ മൊത്തത്തിലല്ല. മലപ്പുറം ജില്ലാ ഭരണകൂടം അത് കേരളത്തിന് തന്നെ ഒരു മാതൃകയാണ് അല്ലേ? നെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. വെരി ഗുഡ്. പക്ഷെ അത് ആരോഗ്യത്തിന്റെ കയ്പും പിന്നെ ആരോഗ്യത്തിന്റെ മാധുര്യമാണ്. അതെ, അതാണ് അതിൽ സൂചിപ്പിക്കുന്നത്. അതുമായിട്ട് കളക്ടർ ഇവിടെ വരുന്നുണ്ട്. ഇടവണ്ണ ആരോഗ്യ കൂട്ടായ്മയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് കളക്ടറെ. നമ്മൾ നോമ്പ് തുറ അത് വെള്ളം ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ വെള്ളം, കലോറി ഫോഴ്സ്, കാരക്ക, ഫുൾ ഗൾഫ് കൺട്രിയിൽ ഉപയോഗിക്കുന്ന ഹെൽത്തി സുർബ അല്ലേ? ഇതിന് മധുരമല്ലല്ലോ. നമ്മളെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം എണ്ണക്കടികൾ പറ്റ നമ്മൾ ഒഴിവാക്കി. ഇതിൽ ഹെൽത്തിയാണ് ബട്ട് ടേസ്റ്റി. സുർബിയ സൂപ്പർ, സുർബിയ ഹെൽത്തി ട്രെൻഡ് അല്ലേ? ഓട്സ് നമ്മളെ പ്രിബയോട്ടിക് വെച്ച് ഉണ്ടാക്കിയതാണ്. ഓക്കെ, എന്തായാലും ഞാൻ ക്ലാസ് എടുത്തത് ആ വിഷയത്തിലായിരുന്നു. അത് ഡ്രഗ് മാഫിയ മരുന്ന് മാഫിയ വീട്ടിലും വരെ ഓഡിറ്റോറിയത്തിലും വെച്ചാണ് പരിപാടി. ഓഡിറ്റോറിയം എന്ന് പറയാൻ ചെറിയൊരു കോൺഫറൻസ് ഹാളാണ്. ആയിക്കോട്ടെ, എന്നാലും മതിയല്ലോ നമുക്കത്. അല്ല, അത് ഒരു വലിയൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫുഡ് കൺട്രോൾ ചെയ്താൽ നമുക്കൊരു കൊല്ലം മുഴുവൻ അതിന്റെ പ്രയോജനം ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് പ്രയോജനം ഉണ്ടാവില്ല. ആത്മീയമായിട്ടും ഭൗതികമായിട്ടുള്ള പ്രയോജനം ഉണ്ടാവട്ടെ. എല്ലാത്തിൽ നിന്നും മധുരം ഒഴിവാക്കിയിട്ടുണ്ടല്ലേ? എല്ലാത്തിൽ നിന്നും മധുരം ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ടൊരു ടേസ്റ്റിന് ഒരു കുറവില്ല. ഇതിലും മധുരം ഒഴിവാക്കിയില്ല. പൈനാപ്പിൾ നേച്ചുറൽ മധുരമേ ഉള്ളൂ അല്ലേ? നമ്മളെ എല്ലാ പാർട്ടിക്കാരും മാർക്സിസ്റ്റ് പാർട്ടി, ലീഗ്, BJP, അപ്പൊ എല്ലാ SDPI എല്ലാ പാർട്ടിക്കാരും നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടിക്കാരും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എല്ലാരും ഒന്നാണ് അല്ലേ? ഒരേ പാത്രത്തിൽ കടക്കാൻ അവർക്ക് ഭയങ്കര താല്പര്യമാണ്. ഇത് ലീഗും കോൺഗ്രസും രണ്ടും കൂടിയാണ്. കണ്ട തൊലി കളയാതെയാണ് നമ്മൾ നോമ്പുതുറ ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ നെല്ലിക്ക പ്രൊജക്ടിന്റെ ഭാഗമായിട്ടില്ലേ? തൊലി കളയാതെ. കാരണം ഈ തൊലിയിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. ഇപ്പോഴുള്ള ഏക വനിതാ സാന്നിധ്യമാണ് നമ്മൾ ആരോഗ്യ കൂട്ടായ്മയുടെ വനിതാ വിങ്ങിന്റെ ദേശീയ പ്രസിഡന്റ്. എന്ത് പറയുന്നു ഈ ഹെൽത്തി നോമ്പുതുറനെ കുറിച്ച്? എന്താ പറയാനുള്ളത്? ഇത് ആരോഗ്യപരമായിട്ട് അല്ല, പഞ്ചസാര ഇടാത്ത പൈനാപ്പിൾ ജ്യൂസ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത്ര വലിയ ക്രൂരത ചെയ്യണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? നമ്മൾ ആരോഗ്യം തന്നെയാണ് മാധുര്യം അല്ലേ? ഇന്ന് ഇത് കഴിക്കുമെങ്കിലും നെല്ലിക്ക പോലെ തന്നെ നാളെ ഇതിന് മാധുര്യം ഉള്ളതാവും. ഇവരുടെ ജ്യൂസ് ഞാൻ എന്താ ചെയ്യാന്നറിയോ? അപ്പൊ പെട്രോൾ അടിക്കാനല്ല ഞാൻ പോകുന്നത്, ജ്യൂസ് കുടിച്ചിട്ട് പെട്രോൾ അടിക്കുക. മൂന്നേരം ജ്യൂസ് ഇവര് വല്ലാത്ത ട്രാപ്പിലാണ് പെടുത്തി. പെട്രോൾ പമ്പിൽ ഒരു ജ്യൂസ് കൊണ്ടു കൊടുത്തത് ഒരു പ്രാവശ്യം ഞാൻ കുടിച്ച്
പിന്നെ ഇപ്പൊ എപ്പോ പെട്രോൾ അടിച്ചാൽ പോകുമ്പോൾ ഞാൻ ജ്യൂസ് ഓ ഞാൻ കുടിച്ചേക്ക് ഞാനെല്ലാം കുടിച്ചേക്ക് മിക്സഡ് കുടിച്ചേക്ക് ക്യാരറ്റ് കുടിച്ചേക്ക് ഏതാണ് ടെൻഡർ കണ്ട ഇനി വരുമ്പോ അത് കുടിക്കാം നോമ്പ് കഴിക്കണം ഇനിയിപ്പോ. നിങ്ങളെ ആശയത്തിലേക്ക് ആൾക്കാർ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇവിടുത്തെ അഗ്രികൾച്ചർ ഓഫീസറാണ്. ഒരു വരി ആരാണ് ഇതാ പ്ലേറ്റ് ബാക്കിയാക്കരുത്. പരമായിട്ടുള്ള നോമ്പ് തരം എങ്ങനെയുണ്ട്? നെല്ലിക്ക പോലെ ഇപ്പം മാതിരിക്കെങ്കിലും എൻ്റെ ആരോഗ്യത്തിന് പിന്നെ അത് ഇല്ല ഇപ്പം കഴിക്കുമെങ്കിലും പിന്നെ മാതിരി ഉള്ളതാണ്. നീ കുടിക്കുക അത് കുടിക്കേ. നമ്മൾ ഈ 5 നേരത്തെ നിസ്കാരം ഒരു തരം വ്യായാമമാണ് അല്ലേ? നല്ലൊരു പെർസെൻറ്റേജ് വ്യായാമം ശരിയായ രീതിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ കിട്ടും, ശാരീരികവും മാനസികവും അല്ലേ? ഈ സപ്ലൈയിലൊന്നും കൂടണമെന്നുണ്ടായി, പക്ഷെ എന്താ ചെയ്യാ, ക്യാമറ പിടിക്കാൻ പിന്നെ ആരുണ്ടാവില്ല അല്ലേ? അതല്ല എനിക്കൊന്ന് സെർവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അല്ല നമ്മളെപ്പോഴും നമ്മളെ എനർജി ട്രാൻസ്ഫർ ചെയ്യല്ലാരും. സാറ് വന്നാൽ തന്നെ ഞങ്ങൾക്ക് എനർജി പാസ് ചെയ്യുന്നുണ്ട്. ഗായകനാണ് നമ്മുടെ ഗായകൻ. ഒരു പരിപാടി ഒരു എന്താണെങ്കിലും കുഴപ്പമില്ല. ഒരു പാട്ട് കിട്ടണല്ലോ സാറേ. ഇനി നല്ല ഗായകനല്ലേ, എന്താ കിട്ടാൻ? ഒരു പരിപാടി ഫർണിച്ചർ മുതലാളി. ഹായ്, ഹൗ ആർ യു? അന്ന് നമ്മൾ ഒരുമിച്ച് എറണാകുളത്ത് യാത്ര ചെയ്തതാണ്. മോട്ടിവേറ്റഡ് ആയി റൈസപ്പ് അതിനേശാണ് ഞാൻ തുള്ളാൻ തുടങ്ങിയത്. അതിനേശാണ് ഡോക്ടർ ഉഷാറായത്. ഡോക്ടറേറ്റില് എവിടേക്ക് പോയാലും ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അല്ലാതെ നമ്മൾ പോസിറ്റീവ് زملوني 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 ഖദീജ പുതപ്പിട്ട് മൂടു ഖദീജ ചേർത്തൊന്നണക്കൂ ഖദീജ. മധുരമില്ലാത്ത ജ്യൂസ് ആദ്യം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് അല്ലേ ചിക്കൻ ബിരിയാണി, പൊറോട്ട, ചപ്പാത്തി, പ്രോട്ടീൻ നിറഞ്ഞൊഴുകുന്ന ചിക്കൻ ബിരിയാണി അല്ലേ? പ്രോട്ടീൻ നിറഞ്ഞൊഴുകുന്ന ചിക്കൻ ബിരിയാണി സാധാരണ നോമ്പ് തുറന്നപാടെ മെയിൻ ഫുഡ് കഴിക്കരുത്. പക്ഷെ നമ്മൾ നോമ്പ് തുറ സൽക്കാരത്തിൽ പിന്നെ അതുവരെ കാത്തിക്കാൻ പറ്റൂലല്ലോ അല്ലേ? അതിനിടയ്ക്ക് നിസ്കരിക്കുകയൊക്കെ ചെയ്തു. എന്താണ് അച്ചായ പറയാനുള്ളത്? നിങ്ങളെ വീട്ടിൽ ഭയങ്കര പാർട്ടി ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല. എല്ലാം നല്ലതായിട്ട് വരട്ടെ. ഭക്ഷണം കഴിക്കാൻ ദീർഘതയായി പോരാതെ അച്ചായന് നോമ്പെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോദിക്കൂല, ഞാൻ അച്ചായന് ഒരു പ്രായം അങ്ങോട്ട് ഒരു 40 വയസ്സ് നമ്മളാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മളാണ് നമ്മളെ വയസ്സ് സെറ്റ് ചെയ്യുക അല്ലെ അച്ചായ? നമ്മളെ വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ എനർജി ലെവലാണ്. നിങ്ങളെ എനർജി ലെവൽ വളരെ ഹൈ ആ, അത് മതി. പിന്നെ നമ്മളെ ടെസ്റ്റോസ്റ്ററോൺ ലെവലൊക്കെ അല്ലേ? അല്ല വേണ്ട, അത് വേണം. നമ്മള് തീരുമാനിക്കും നമ്മളെ വയസ്സ് എത്രയാണ്. വീട്ടിലോട്ടൊന്ന് ക്ഷണിച്ചിരിക്കുന്നു. വരാം ഒരു ദിവസം. ഏതായാലും നമ്മുടെ തീറ്റോത്സവം ആരംഭിക്കുകയാണ്. ഹെൽത്തി ഫുഡ് ഈറ്റിംഗ്. നമ്മുടെ ജില്ലാ കളക്ടറുടെ ആജ്ഞപ്രകാരം അതിനോട് കൂറ് പുലർത്തിക്കൊണ്ടുള്ള, പക്ഷെ ഒരു നെല്ലിക്കയോടി നമുക്ക് കരുതായിരുന്നു കേട്ടോ. അത് അവസാനം ഒരു മധുരമില്ലാത്ത ചായയും കുടിച്ച് നമ്മൾ പോവുകയാണ്. ഇനിയിപ്പോ എന്തായാലും അതാ രോഗികൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതാണ് അങ്ങോട്ട് പോവാണ്. കാത്തിക്കാന്ന് പറയുമ്പോ ഞാനാണ് ജോലി ഒഴിവാക്കി വന്നല്ല കേട്ടോ. അവിടെ വേറെ ഡോക്ടർ ആക്കിയിട്ടാ വന്നു. അതും മതി. പിന്നെ പുതിയ വിവാദം തരാൻ അത് മതി. അല്ല ആൾക്കാർ വരും ഡോക്ടറെ പരിശോധിക്കാൻ. നോമ്പുതുറ എങ്ങനെ അഭിപ്രായം എന്താ? സൂപ്പർ അല്ലേ? ഒരു ഹെൽത്തി മാതൃക. പേരക്ക മോഡൽ ഓക്കെ. നെല്ലിക്ക മോഡൽ അല്ല. ചിക്കനില് ഇതുണ്ടല്ലോ, ചിക്കനില് പ്രോട്ടീൻ ഉണ്ടല്ലോ. ചിക്കനും മീനും കഴിക്കണ്ട നമ്മൾ പറയുന്നില്ല. അത് വൈറ്റ് മീറ്റ് ആണ്. റെഡ് മീറ്റ് വേണ്ടെന്നേ ഉള്ളൂ. ഇറച്ചി കഴിക്കരുത്. അതിൽ റെഡ് മീറ്റ് ആണ്. അല്ല ഇറച്ചി ഒരു 50 ഗ്രാം കഴിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ മധുരം ഇടാതെ ശീലിക്കുകയാണെങ്കിൽ ഈ കട്ടൻ ചായക്കും ഒരു രുചി ഉണ്ടാവും അല്ലേ അച്ഛാ? നമ്മുടെ മലപ്പുറം ജില്ലയുടെ ചങ്ക് ജില്ലാ കളക്ടർക്ക് എല്ലാ ആശംസകളും.
കാരണം ഈ ഇടവണ്ണ കൂട്ടായ്മ മാത്രം പോരല്ലോ, മൊത്തത്തിലുള്ള ഒരു നേതൃത്വമാണ്. ഇതുപോലുള്ള ജില്ലാ കളക്ടർമാർ ഒരു സ്റ്റേറ്റ് കളക്ടർ ആവുകയാണെങ്കിൽ നമ്മുടെ നാട് തന്നെ നന്നാവും. ഇന്ത്യ കളക്ടറൊക്കെ ആവുകയാണെങ്കിൽ അല്ലേ? ബഹുമാനപ്പെട്ട കളക്ടർ നെല്ലിക്ക